ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാരോട്ട് യൂണിവേഴ്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2 ഓഫ് കപ്സ് എന്ന കാർഡ് ആണ്. അതിൻ്റെ മീനിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ കാർഡ് വന്നാൽ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധത്തിൻ്റെയോ ഒരു സൗഹൃദത്തിൻ്റെയോ മനോഹരമായൊരു തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. വേർപിരിഞ്ഞു പോയൊരു ബന്ധം വീണ്ടും ഒന്നിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അത്ഭുതം ഉടനടി സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന ഒരു തരം സംഭവമായിരിക്കും അത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയായിരിക്കും അത്. ചിലപ്പോൾ ഒരു മെസ്സേജ് ആകാം, ഗിഫ്റ്റ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷ വാർത്തകൾ, അങ്ങനെ എന്തും തന്നെ ആകാം. നിങ്ങളുടെ ലവറിൽ നിന്നും സ്നേഹ ഉപകാരമായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കാൻ പോവുകയാണ്. സന്തോഷകരമായ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ വിവാഹത്തിനൊക്കെയുള്ള സമയമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ലവേഴ്സിനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക്, അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഒക്കെ ശരിക്കും കറക്റ്റായിട്ടുള്ളൊരു സമയമാണിപ്പോൾ. അത് നടക്കാനുള്ളൊരു സമയം തന്നെയാണിപ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ സെപ്പറേഷൻ്റെ വക്കിൽ നിൽക്കുന്നവരാണെങ്കിൽ അവരിപ്പോൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ശരിക്കും വേർപിരിയാനുള്ളൊരു സമയമല്ല. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടിച്ചേരാനുള്ള സമയമാണ്. നിങ്ങളിപ്പോൾ വേർപിരിയലിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, കൂടിച്ചേരലിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റീയൂണിയനെ കുറിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ പരസ്പരം പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ക്ഷമിക്കാനുള്ളൊരു അവസരമായിട്ടും നിങ്ങൾക്കിതിനെ കാണാം. പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തോടെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് വരുമെന്നാണ് നമ്മൾക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ കാർഡ് റീയൂണിയൻ, വിവാഹ നിശ്ചയം, വിവാഹം ഇവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നല്ലൊരു അടയാളമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബന്ധം യോജിപ്പുള്ളതും കരുതലുള്ളതും പരസ്പരം രണ്ടുപേർക്കും പ്രയോജനപ്രദമാകുന്നതുമാണ്. നിങ്ങൾ രണ്ടുപേരും ശരിക്കും സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇതൊരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റിൻ്റെ കാർഡും കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ, സാമ്പത്തികത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക സന്തുലിതാവസ്ഥയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും അതുപോലെ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും നിങ്ങൾക്ക് മതിയായ സാമർഥ്യമുണ്ട്. ഇത് നിങ്ങളുടെ ഉറച്ച സാമ്പത്തിക സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2 എന്ന നമ്പർ എപ്പോഴും സ്ഥിരതയെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ചിലവ് വഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു പണം നിങ്ങൾക്കുണ്ടായിരിക്കും. അതായത് ആ സ്ഥിരത എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ആ ഒരു സാമ്പത്തികം ഉണ്ടായിരിക്കും. അപ്പോൾ ആ സാമ്പത്തിക സ്ഥിരത നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ വിവേകത്തോടെ പണം കൈകാര്യം ചെയ്യണം. അല്ലാതെ സാമ്പത്തിക സ്ഥിരത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അനാവശ്യമായി ദൂർത്തടിക്കാതെ അത് വിവേകത്തോടെ തന്നെ ചെയ്യണമെന്നാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സിലാണെങ്കിൽ പരസ്പര വിശ്വാസത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നമുക്ക് വിജയം ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.